പാടം പൂത്ത ഗാനം പാടാൻ വന്നു നീയും. ഉന്നതങ്ങളിൽ കയറി ഒരു വീഡിയോ എടുത്താലത്തെ എങ്ങനെയാണ് എന്നുള്ള ഒരു ഇതാണ്. നോക്കിക്കേ, എല്ലാവരും കാണാം. അപ്പുറത്തെ ഫ്രണ്ടിലെ ചേച്ചി വെള്ളം നനയ്ക്കാൻ വന്നിട്ടുണ്ട് പ്ലോട്ടിന്. അവരുടെ ഗാർഡനിലെ പുല്ലെല്ലാം പോയോ? വേനൽക്കാലമല്ലേ, വെള്ളം വേണ്ടേ? അതുപോലെ അല്ലേ, വെള്ളം ഉണ്ടെങ്കിലല്ലേ അതുപോലെ ചെടികൾ പിടിക്കുകയുള്ളൂ അല്ലേ. ഇതാണ് നമ്മുടെ അപ്സ്റ്റെയറിൻ്റെ ടെറസിൽ, വീടിൻ്റെ ടെറസിൽ കയറിയിട്ടുള്ള ചുറ്റുവട്ടമാണ് കേട്ടോ. ചുറ്റും വീടുകളാണ്, എല്ലാം നല്ല പോഷ് വീടുകളും പോഷ് ആൾക്കാരുമാണ്. നിയർ ടു ശോഭ സിറ്റി. ശോഭ സിറ്റി ഇവിടെ നിന്നാൽ കാണാം. തൃശ്ശൂർ പൂരമൊക്കെ വെടിക്കെട്ട് ഇവിടെ നിന്നാലാണ് ആസ്വദിക്കാൻ ഏറ്റവും സുഖം. എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ അത് വെലങ്ങൻ കുന്നാണ് കാണുന്നത്. വെലങ്ങൻ കുന്നിൽ സൈറ്റ് സീയിങ്ങിനൊക്കെ എല്ലാവരും വരുന്നതല്ലേ. ഇപ്പോൾ ആൾക്കാർ ഇച്ചിരി കുറവാണ്. എനിവേ, ശോഭ സിറ്റി, മുതുവറ, അമ്പലങ്ങൾ എല്ലാം കാണാം. ഈ ടെറസിൻ്റെ മുകളിൽ കയറി നിന്നാൽ തേങ്ങ ടെറസിൽ വീണോ എന്ന് നോക്കാൻ വേണ്ടിയാണ് തേങ്ങ പറിക്കുന്ന ആളെ അടുത്ത സൺഡേ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല വിളഞ്ഞൊരു 4 കൊല വിളഞ്ഞ തേങ്ങ കിടപ്പുണ്ട്. നല്ല തേങ്ങയാണ്, എണ്ണ ആട്ടിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു തെങ്ങിൻ്റെ തേങ്ങയാണിത്. ഇന്നാൾ ഞാൻ കുറച്ച് തേങ്ങ ആട്ടിയപ്പോഴത്തേക്കും ഒരു 3 ലിറ്റർ എണ്ണയോളം കിട്ടി. അടിപൊളി. വെളിച്ചെണ്ണ ഇപ്പോൾ ഇരിപ്പുണ്ട്, തലയിൽ തേക്കാൻ, എണ്ണ കാച്ചാനും എല്ലാം. ഈ 2 തെങ്ങുണ്ടായിരുന്നതിൽ ഒരു തെങ്ങ് ഫ്രണ്ടിലായതുകൊണ്ട് മുറിച്ച് കളഞ്ഞു. പിന്നെ ഇപ്പോൾ ഈ ഒരു തെങ്ങിൽ നിന്നാണ് എല്ലാം ആട്ടിക്കാനും അരയ്ക്കാനും ഒക്കെ തേങ്ങ. തികയാത്തത് മേടിക്കും. പിന്നെ എനിവേ വെരി ഗുഡാണ്. ഈ ഒരു നല്ല തേങ്ങയാണ്. പിന്നെ അപ്പുറത്തൊരു തെങ്ങ് വലുതായി വരുന്നുണ്ട്, അതാ. പിന്നെ വേറൊരു കുഞ്ഞൻ തെങ്ങും ഉണ്ട്. റോബസ്റ്റ് വാഴയാണ് താഴെ. ഇതൊക്കെയാന്ന് നോക്കിയേ, തെങ്ങ്, പുളി, കോവൽ, പപ്പായ, റോബസ്റ്റ് വാഴ, റംബുട്ടാൻ, പേര, വെള്ള, റെഡ്, അബിയു, മാവ്. ഇതൊക്കെ നമ്മുടെ കൃഷിയാണ്. എൻ്റർടൈൻമെൻ്റ് അല്ലേ. നമ്മുടെ വീടും പരിസരവും ശുദ്ധമാക്കാനും നമുക്കുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും പച്ചക്കറികളും ഒക്കെ അല്ലേ. അടിപൊളിയല്ലേ ഇവിടെ. എൻ്റെ വീടിന് മാത്രം ഇങ്ങനെ ടോപ്പ് റൂഫ് മേഞ്ഞിട്ടില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി അങ്ങനെ ഒരു അപാകത ബുദ്ധിമുട്ട്. പിന്നെ എനിക്ക് കാഷ്യൂ നട്ടുണ്ട്. ഇപ്രാവശ്യം കാഷ്യൂ കായ്ച്ചത് കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം നിറച്ചും ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം വളരെ കുറവാണ് കാഷ്യൂ. നമ്മുടെ ബെഞ്ചി, അപ്പുറത്തെ വീട്ടിൽ നിന്ന് ബെഞ്ചി കാണുന്നുണ്ട് എന്നെ ബെഞ്ചി കാണുന്നുണ്ട്. ബെഞ്ചി ഗേറ്റിൽ അവിടെ ഇരിപ്പുണ്ട്. എനിവേ, ഞാൻ താഴെ പോട്ടെ. സന്ധ്യാസമയത്ത് ടെറസിൻ്റെ പൊക്കത്തിലുള്ള കളി അത്ര നല്ലതല്ല. ഇവിടെ കയറി നിന്നാൽ വിലങ്ങൻ കുന്നിൻ്റെ അതിമനോഹരമായ ദൃശ്യം ആസ്വദിക്കാമല്ലോ. വിലങ്ങൻ കുന്നിൽ കയറാൻ പോകണമെന്നില്ല, ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ് എക്സർസൈസ് ചെയ്യുക, പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിക്കുക. അത് വളരെ ഒരു ഹൃദ്യമാണ് കേട്ടോ. ഇപ്പോഴാണ് എനിക്ക് അറിവ് കിട്ടിയത്. ഇവിടെ കയറി നിൽക്കുമ്പോൾ എന്തെല്ലാം കാണാമെന്നുള്ള ഒരു ഗുണമാണ് ഇപ്പം കിട്ടിയത്. അത് കൊള്ളാം, അടിപൊളി. ഏതായാലും കാറ്റ് നല്ല മന്ദമാരുതൻ തഴുകി കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. വെയിലെല്ലാം സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു എക്സർസൈസിനും ഈവനിങ് വാക്കിനും ഒക്കെ നല്ല സൈറ്റാണ്.